ഒന്നും പറയാനില്ല. ഗംഭീര ചിത്രം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അടുത്തിറങ്ങിയ ചിത്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ഈ വയലൻസ് ഇതൊക്കെ ഒരു നിറഞ്ഞൊരു ചിത്രമാണ്. എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ടൊന്നും വലുതായിട്ട് പോയി കാണാൻ മടിച്ച കുറേ പടങ്ങളാണ് ഇപ്പോൾ അടുത്തിറങ്ങി. പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമായ, അതായത് ഗൗതം മേനോൻ്റെ മലയാളത്തിലെ ഫസ്റ്റ് ചിത്രമാണ് എന്നതിലുപരി മമ്മൂട്ടി കമ്പനി എന്ന ബ്രാൻഡിൻ്റെ 6ാമത്തെ ചിത്രമാണ്. അപ്പോൾ പുള്ളിയുടെ ഈ മമ്മൂട്ടി കമ്പനി എന്ന ബ്രാൻഡിൻ്റെ മറ്റുള്ള ചിത്രങ്ങൾ നോക്കിയാൽ അറിയാം, എല്ലാം തികച്ചും വ്യത്യസ്തമായ തീമുകളാണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെയാണ് ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമ തുടങ്ങുന്ന മുതൽ അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുകയാണ്. അതായത് സെക്കൻഡ് ഹാഫ് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്ത് വരുന്നുണ്ട്, പക്ഷേ അതൊന്നും ഒരു ബോറായിട്ട് തോന്നുന്നില്ല. പടം നല്ല ക്ലൈമാക്സിലും കൊണ്ടൊരു നല്ലൊരു പഞ്ചിങ്ങോടെ നിർത്തുന്നതുകൊണ്ട് മൊത്തത്തിൽ നല്ലൊരു ഫീൽ ഗുഡ് ചിത്രമാണ്. എല്ലാവർക്കും കണ്ടിരിക്കാം. മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ ചിത്രം. മമ്മൂട്ടി കമ്പനി എല്ലാവർക്കും അറിയാം, ഒരു ബ്രാൻഡാണ്. എല്ലാം നല്ല വ്യത്യസ്തമായ പരീക്ഷണ ചിത്രങ്ങളാണ്. അതെല്ലാം വർക്കൗട്ടായിട്ടുണ്ട്. ഈ സാധനം വർക്കൗട്ടായിട്ടുണ്ട്. കാരണം ഇതിലെ ക്ലൈമാക്സിലെ ട്വിസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാധനമാണ്. ഇനി ജനങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്താ പറയുക, മമ്മൂട്ടി കമ്പനിയുടെ മറ്റൊരു സൂപ്പർ മെഗാ ഹിറ്റായിരിക്കും. ഓക്കെ, പിന്നെ നായിക എടുത്ത് പറയണം, നല്ല പെർഫോമൻസ് ആയിരുന്നു മമ്മൂക്ക. പിന്നെ ഗോകുൽ സുരേഷ് മമ്മൂക്കായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര രസം തോന്നും. ഓക്കെ, സ്റ്റാഫ് നല്ലൊരു ഹ്യൂമർ രീതിയിലേക്ക് പോവുകയും സെക്കൻഡ് ഹാഫ് വേറൊരു ത്രില്ലിങ്ങിലേക്കും ക്ലൈമാക്സ് അത് മനോഹരമായിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രേക്ഷകൻ ചിന്തിക്കാത്ത രീതിയിലുള്ളൊരു ക്ലൈമാക്സ് ആണ്. മമ്മൂക്കയ്ക്കൊപ്പം തന്നെ ഗോകുൽ സുരേഷും അതിൽ തന്നെ ആ ഹീറോയിനും വളരെ മനോഹരമായി തന്നെ സിനിമ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2025 മലയാളികൾക്ക് മമ്മൂക്ക നിരവധി സിനിമകൾ നല്ല സിനിമകൾ സംഭാവന ചെയ്ത റോഷാക്കും നൻപകൽ നേരത്തൊക്കെ സംഭാവന ചെയ്ത മമ്മൂട്ടി കമ്പനിയുടെ മലയാളി ഏറ്റെടുക്കുന്ന ഒരു മനോഹര സിനിമ തന്നെയായിരിക്കും. ഇതിനകത്ത് ഇങ്ങനൊരു സിനിമയും ഇങ്ങനൊരു കഥാപാത്രത്തെ ഞങ്ങൾക്ക് നൽകിയ മമ്മൂക്കായ്ക്കും ഗൗതം മേനോനും മലയാളികളുടെ ബിഗ് സല്യൂട്ട്. കിടിലം പടം, നല്ലൊരു പടം. നല്ല ഗൗതം മേനോൻ എന്ന സംവിധായക മികവ് പടത്തിലുടനീളം കാണാം. നമ്മളെ മമ്മൂക്ക ഈ വർഷത്തെ ആദ്യത്തെ പടം. ഇത് 9 മാസം മുമ്പാണ് ടർബോ വന്നത്. കഴിഞ്ഞ വർഷം മെയ് 23. അത് കഴിഞ്ഞ് വേറെ പടമൊന്നും നമുക്ക് റിലീസായിട്ടില്ല. പിന്നെ വന്നെല്ലാം പഴയ പടങ്ങൾ, മനസ്സിലായില്ല. അപ്പോൾ പുതിയ പടമായിട്ട് ഈ വർഷം ഇറങ്ങിയ പടം വളരെ നല്ല പടം. ഗൗതം മേനോൻ മമ്മൂക്ക ടീമിൻ്റെ ആദ്യ പടം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടെ ഗോകുൽ സുരേഷ്, നായിക, എല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഭാഗം ഹ്യൂമറസ്, അതിന് നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. 2ാം ഭാഗം സീരിയസ് ആയിട്ട് ഡൊമിനിക് എന്ന ഡിറ്റക്റ്റീവ് ഏജൻ്റായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം തുടക്കം ഭംഗിയാക്കിയിട്ടുണ്ട് നമ്മളെ മമ്മൂക്ക. ഫസ്റ്റ് ഹാഫ് ചെറിയൊരു സ്ലോ പേസ്ഡ് ആയിട്ട് പോയി. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം ഇതിങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പം പ്രേക്ഷകനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലും കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ ക്ലൈമാക്സിൽ എടുക്കുമ്പോഴത്തേക്കും പിന്നെ കുറേ പോർഷൻസ് നമുക്ക് പെട്ടെന്നൊരു 1-2 മൊമെന്റ്സ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു ഹൈ ആയി പോകുന്ന ഹാഫ് ഇയറിന് 1-2 മൊമെന്റ്സ് ഉണ്ട്. അത് നല്ല രീതിയിൽ തന്നെ എനിക്ക് വർക്കൗട്ടായി. അങ്ങനെ പോയി അവസാനം റിവീൽ ചെയ്യപ്പെടുന്നത് എന്താണെന്ന് ശരിക്കും ഒരു മിസ്റ്ററി എന്താണ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓവറോൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതൊരു തുടക്കത്തിലൊരു പാട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ആ ഒരു പാട്ടിന് വേണ്ടി മാത്രം ഉൾപ്പെടുത്തിയതായിട്ട് എനിക്ക് തോന്നി. ആ ഒരു അങ്ങനെ കുറച്ച് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഓവറോൾ സിനിമ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയ സിനിമയാണ്. പക്ഷേ ഇതൊരു അൺയൂഷ്വൽ ആണോ അങ്ങനെയാണോ അങ്ങനത്തെ ഒരു ഇതിലേക്കും വരുന്നില്ല. നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്.